ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് 4 ഓഫ് നോയിങ് മീ. ഒരു ഫ്ലാഷ് ബാക്ക് കഥ. 2019. അതെ, എൻ്റെ ജീവിതത്തിൽ 2019 ഒരു ബിഗ് ടേണിംഗ് പോയിൻ്റ് ഓഫ് മൈ ലൈഫായിരുന്നു. ക്യാബിൻ ക്രൂ ട്രൈ ചെയ്ത് കിട്ടാണ്ടായിട്ട് അവസാനം എങ്ങനെയെങ്കിലും ഏവിയേഷനിൽ കയറിയാൽ മതി എന്ന് വിചാരിച്ച് ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയിൽ ചെയ്ത വർഷമായിരുന്നു 2019. ഞങ്ങൾ 3 ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു റെൻറ്റഡ് ഹോം എടുത്ത് താമസിക്കുകയായിരുന്നു. ഓണർ ഫസ്റ്റ് ഫ്ലോറിലും ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലും ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഓണറുടെ മോൻ എല്ലാ ദിവസവും കോട്ടും ഒക്കെ ഇട്ട് ക്യാബിൽ കയറി പോകുമായിരുന്നു. സോ അങ്ങനെ നമ്മൾ ഓണറിനോട് ചോദിച്ചു, ചേട്ടൻ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യണേന്ന്. അങ്കിള് പറഞ്ഞു എയർ ഇന്ത്യയിൽ ക്യാബിൻ ക്രൂ ആയിട്ടാണെന്ന്. അന്ന് ഞങ്ങൾ 3 പേരും ക്യാബിൻ ക്രൂ ആവാൻ കൊതിച്ച് നിൽക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും ക്യാബിൻ ക്രൂ ആയാൽ മതിയായിരുന്നു. എല്ലാ ദിവസവും ആ ചേട്ടനെ അഡ്മയർ ചെയ്ത് നിൽക്കുമായിരുന്നു. എല്ലാ ദിവസവും ആ ചേട്ടൻ വരുന്നതും പോകുന്നതും എല്ലാം നോക്കി നിൽക്കുമായിരുന്നു. ആ ചേട്ടനോട് സംസാരിക്കാനും ചമ്മലായിരുന്നു. ഒന്നും സംസാരിച്ചതുമില്ല. എല്ലാ ദിവസവും നോക്കി നിൽക്കും, അത്രയേ ഉള്ളൂ. ഞങ്ങൾ 3 പേർക്കും ക്യാബിൻ ക്രൂ എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമായിരുന്നു. ക്യാബിൻ ക്രൂ എന്ന് പറയുമ്പോൾ തന്നെ ഒരു VIP എഫക്റ്റായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരെ ഞങ്ങൾ ദൈവത്തിനെ പോലെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 2025 എത്തി. ആൻഡ് 6th June 2025 ഞാൻ ഡൽഹി ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ബേസിലേക്ക് വന്നു. ആൻഡ് എൻ്റെ BA ഒക്കെ ചെയ്ത് ബ്രീഫിംഗ് റൂമിലേക്ക് എത്തി. ബട്ട് സ്റ്റിൽ എനിക്ക് മനസ്സിലായില്ല ദാറ്റ് ഈസ് ആ പുള്ളിക്കാരനെന്ന്. ഓൺ ബോർഡ് പോയി ഒരു സെക്ടർ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓണറുടെ മോനാണെന്ന് തിരിച്ചറിഞ്ഞത്. അന്ന് ഞാൻ ഈ ചേട്ടനെ കണ്ട് അഡ്മയർ ചെയ്തു. ഇന്ന് ഒരുമിച്ച് ഫ്ലൈ ചെയ്യുമ്പോൾ ഐ ഫെൽറ്റ് സോ പ്രൗഡ് ഓഫ് മൈസെൽഫ് ആൻഡ് സെഡ് മൈസെൽഫ് ദാറ്റ് യു ഡിഡ് ഇറ്റ്. ആൻഡ് ഓൾസോ അന്ന് എൻ്റെ കൂടെ ഇരുന്ന 2 ഫ്രണ്ട്സും ഇപ്പോഴും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ മാത്രമാണ് ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. എപ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. സോ എൻജോയ് യുവർ ലൈഫ് ആൻഡ് മൂവ് ഓൺ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.